Hi friends, welcome to my channel Malayalam English James. I am James. ഇന്ന് ഒരു വീഡിയോ ആണ്. കുറേ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. ആ ഡൗട്ട് ഞാൻ വീഡിയോ ആക്കി എല്ലാവർക്കും യൂസ് ആകുന്ന വീഡിയോ ആക്കിയാണ്. ഇത് പിന്നെ ആര്, നീ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്തു, നീ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും എന്ന് പറയല്ല. പിന്നെ ആര് എന്നില്ല, അതിൻ്റെ ഇംഗ്ലീഷിൽ ദെൻ ഹൂ ദെൻ ഹൂ അതാണ് അതിൻ്റെ. നമ്മൾ വീഡിയോയിലേക്ക് പോകട്ടോ. പുതിയതായിട്ട് വരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്ദി, വളരെ ഹാപ്പിയാണ്. ഇറ്റ് ഈസ് എൻകറേജിങ് മീ മോർ ആൻഡ് മോർ ടു റിലീസ് മോർ വീഡിയോസ്. താങ്ക് യു. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ദെൻ ഹൂ, പിന്നെ ആര്. നീ കഥ അടച്ചില്ല എങ്കിൽ പിന്നെ ആരടച്ചു? നീ കഥ അടച്ചില്ല എങ്കിൽ പിന്നെ ആരടച്ചു? If you didn't close the door, then who? If you didn't close the door, then who closed it? അത്രേ ഉള്ളൂ. If you did not close the door, then who closed it? നിനക്ക് ഭക്ഷണം വേണ്ട, പിന്നെ ആര് കഴിക്കും? നിനക്ക് ഭക്ഷണം വേണ്ടേ, പിന്നെ ആര് കഴിക്കും? ഇതെങ്ങനെ പറയും? You don't want food, then who will eat? You don't want food, then who will eat this food? You don't want food, then who will eat this food? നിനക്ക് ഭക്ഷണം വേണ്ട, പിന്നെ ആര് കഴിക്കും ഈ ഭക്ഷണം? നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിച്ചില്ല എങ്കിൽ പിന്നെ ആര് ചിന്തിക്കും? നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിച്ചില്ല എങ്കിൽ പിന്നെ ആര് ചിന്തിക്കും? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ? ഇഫ് യു ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ, then who will think? If you do not think about your future, then who will think? ഒന്ന് പയ്യെ പറയട്ടെ. ഇഫ് യു ഡു നോട്ട് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ, ദെൻ ഹൂ വിൽ തിങ്ക്? അവൻ നിന്നെ സഹായിച്ചില്ല, പിന്നെ ആര് സഹായിച്ചു? അവൻ നിന്നെ സഹായിച്ചില്ല, പിന്നെ ആര് സഹായിച്ചു? ഇതെങ്ങനെ പറയും? ഹീ ഡിഡ് നോട്ട് ഹെൽപ്പ് യു, ഹീ ഡിഡ്ന്റ് ഹെൽപ്പ് യു, ദെൻ ഹൂ ഹെൽപ്പ്? ഹീ ഡിഡ് നോട്ട് ഹെൽപ്പ് യു, ദെൻ ഹൂ ഹെൽപ്ഡ് യു? പുറത്താരും നിൽപ്പില്ല, പിന്നെ ആരാണ് കോളിംഗ് ബെൽ അടിച്ചത്? പുറത്താരും നിൽക്കുന്നില്ല, പിന്നെ ആരാണ് കോളിംഗ് ബെൽ അടിച്ചത്? ഇതെങ്ങനെയാണ് പറയുന്നത്? നോ ബഡി ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. നോ വൺ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് എന്നും പറയാം. നോ ബഡിയും പറയാം, നോ വണ്ണും പറയാം കേട്ടോ. നോ വൺ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, ദെൻ ഹൂ റാങ് ദി കോളിംഗ് ബെൽ? നോ ബഡി ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, ദെൻ ഹൂ റാങ് ദി കോളിംഗ് ബെൽ? നീ എന്നെ വിളിച്ചില്ലേ, പിന്നെ ആരാ വിളിച്ചത്? ഇതിങ്ങനെ പറയും? യു ഡിഡ്ന്റ് കോൾ മീ, ദെൻ ഹൂ കോൾഡ്? അല്ലെങ്കിൽ ഡിഡിൻറ്റ് യു കോൾ മീ, ചോദ്യം ഡിഡിൻറ്റ് യു കോൾ മീ, ദെൻ ഹൂ കോൾഡ്? അങ്ങനെ പറയാം. ഡിഡിൻറ്റ് യു കോൾ മീ, നീ എന്നെ വിളിച്ചില്ലേ, ദെൻ ഹൂ കോൾഡ്? പിന്നെ ആരാണ് വിളിച്ചത്? ഡിഡിൻറ്റ് യു കോൾ മീ, ദെൻ ഹൂ കോൾഡ്? അമ്മ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? അമ്മ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇഫ് മമ്മി ഈസ് നോട്ട് അറ്റ് ഹോം, then who is cooking? If mom is not at home, then who is cooking? That's all friends. ഇതുപോലെ ചെറിയ പോയിന്റ്സ് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിലുള്ള ഒരു അടിപൊളി ഇംഗ്ലീഷിന് ആവശ്യമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചെറിയ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് 1 sentence or 2 sentences. യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്. ദിവസേന ജീവിതത്തിൽ ഓരോ സാഹചര്യം വരുമ്പോൾ പ്രയോഗിക്കുക, യൂസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ വെരി സൂൺ അടിപൊളി ഇംഗ്ലീഷ് ആവും. യു വിൽ സ്പീക്ക് എക്സലൻറ്റ് ഇംഗ്ലീഷ്. താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. ഒരുത്തർ ചോദിച്ച ഡൗട്ടാണ്. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ, യു വിൽ ലേൺ മോർ. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.